ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത്. മുൻപ് നമ്മൾ അഗ്നിവീറിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വിളിച്ച സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്ഥിരജോലി ആയിട്ടുള്ള നമ്മുടെ മെഡിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനാണ് വിളിച്ചിട്ടുള്ളത്. സോ ഇതിനാവശ്യമായിട്ടുള്ള പഠിക്കാനുള്ള PDF നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടീമിൻ്റെ അടുത്ത് ഒരുപാട് പേര് അഭ്യർത്ഥന പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സാധനം ആവശ്യമാണെന്ന്. അത് നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും, എല്ലാം ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് എക്സാമിൻ്റെ അടുപ്പിച്ചിട്ട് ഇതൊക്കെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. സോ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓൺലൈൻ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അൺമേരിഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റ്സിൽ നിന്നാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. മെഡിക്കൽ ബ്രാഞ്ചിലേക്കാണ് SSR മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കുള്ള, അതായത് മെഡിക്കൽ സ്ട്രീമിലേക്കുള്ള 02/2027 ബാച്ചിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, വിളിച്ചിട്ടുള്ളത്. സോ എലിജിബിലിറ്റി കണ്ടീഷൻസ് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കാം. ആൺകുട്ടികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക. +2 ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് യോഗ്യതയായിട്ട്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയോട് കൂടി നിങ്ങൾ പാസ്സായിരിക്കണം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും PCB ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 50% മാർക്ക് മൊത്തത്തിൽ വേണം. ഓരോ സബ്ജക്റ്റിനും 40% മാർക്കും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഈ പറഞ്ഞ യോഗ്യതയുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ എന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 1 May 2005 31 October 2009 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. 21,700 മുതൽ 69,100 വരെ ലഭിക്കുന്ന സാലറി സ്കെയിലും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പ്രൊമോട്ടഡായിട്ട് കയറി പോകുന്നതിനനുസരിച്ചിട്ടും ബാക്കിയുള്ള നിങ്ങളുടെ അലവൻസ് ഒക്കെ കൂട്ടി വരുമ്പോൾ ഇന്ത്യൻ നേവിയാണ്, ഒരുപാട് അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ശമ്പള വർധനവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അഗ്നിവീറല്ല, 4 വർഷത്തേക്കല്ല, 21,000 രൂപയല്ല കയ്യിൽ ലഭിക്കുന്നത്. ഈ ഒരു 21,000 ബേസിക്കായിട്ട് പറയുന്നതാണ്, ബേസിക്കാണ് 21,700. അതിൻ്റെ പുറമേയും മറ്റൊരുപാട് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കും. ഒരു സ്ഥിരജോലിയാണ്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ 14 March 2026 അപേക്ഷ തുടങ്ങിയത്. 6 April 2026 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കറപ്ഷൻ വിൻഡോ 10 April മുതൽ 11 April 2026 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. May 2026 ഇതിൻ്റെ പരീക്ഷ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. May June 2026 ഇതിൻ്റെ ഫസ്റ്റ് ഫേസിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്യുകയും ചെയ്യുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ സെക്കൻഡ് സ്റ്റേജ് നടക്കുന്നത് February 2027 കേട്ടോ നടക്കുന്നത്. 2027 നടക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് കേട്ടോ 2027 February നടക്കുന്നത്. പിന്നെ March 2027, ഏകദേശം ഒരു വർഷത്തിൻ്റെ അടുത്തുണ്ട്. ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിനുള്ള കാര്യങ്ങൾ നടക്കും. പിന്നെ ഫൈനൽ നിങ്ങളുടെ റിസൾട്ടൊക്കെ വന്ന് നിങ്ങളുടെ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നത്, ഫൈനൽ ആയിട്ട് പോകുന്നത് May 2027 എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. March, April, May ആകുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 2027. സോ ഇതിൻ്റെ പരീക്ഷേൻ്റെ ഡീറ്റെയിൽസും കൂടി നമുക്ക് നോക്കാം. 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരു ക്വസ്റ്റ്യൻ 1 മാർക്ക് വെച്ച് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടാവുക. ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ സിലബസിലേക്ക് കിടക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ്, സയൻസ്, ബയോളജി, ജനറൽ അവയർനെസ് ഇതൊക്കെയായിരിക്കും നിങ്ങൾക്ക് സിലബസ് ആയിട്ട് വരുന്നത്. 10+2 +2 ആണ് ഇതിൻ്റെ +2 ബേസിലുള്ള സിലബസ് ആയിരിക്കും. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ +2 യോഗ്യതയുള്ള ഒരു പോസ്റ്റ് ആണല്ലോ, അപ്പോൾ അങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ 0.25 മാർക്ക് ഇതിൻ്റെ, അതായത് 4 തെറ്റിയ ഒരു മാർക്ക് വെച്ച് ഇതിൻ്റെ കുറക്കുന്നതായിരിക്കും. നെഗറ്റീവ് മാർക്കും കൂടി ഉണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഫീസും കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സ്റ്റേജ് 2 ഫസ്റ്റ് സ്റ്റേജ് ചെയ്യുന്നവർക്ക് സ്റ്റേജ് 2 ഫിസിക്കൽ ടെസ്റ്റാണ് വരുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജിൽ ഫിസിക്കൽ പാസ്സാകുന്നവർക്ക് ഫിസിക്കൽ, അതുപോലെ തന്നെ റിട്ടൺ എക്സാമിനേഷൻ, പിന്നെ മെഡിക്കൽ. അതായത് ആദ്യം നിങ്ങളൊരു പരീക്ഷ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഇവിടെ ഒരു സ്റ്റേജ് 1 കാണുന്നില്ല, ഇതൊരു പ്രിലിമിനറി പോലെ നമുക്ക് എടുക്കും. ഇത് ക്ലിയർ ചെയ്യുന്നവർക്ക് സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള പ്രൊമോഷൻ, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിലേക്ക് അവർ സെലക്ട് ആയിട്ട് അവിടുത്തെ സെലക്ഷനാണ് ഇവിടെ പറയുന്നത്. അതിൽ ആദ്യം വരുന്നത് ഫിസിക്കൽ ടെസ്റ്റാണ്. സോ ഫിസിക്കൽ ടെസ്റ്റിൽ ഏകദേശം 1.6 കിലോമീറ്റർ ഓട്ടം 6 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ ഓടി തീർത്തണം. സ്ക്വാട്സ് ഉണ്ട് 20 തവണ, പുഷപ്പ് 15 തവണ, ബാറ്റ്നി സിറ്റപ്സ് 15 തവണ ഇതെടുത്തിരിക്കണം. പിന്നെ സ്റ്റേജ് 2ലേക്ക് എക്സാമിനേഷനാണ് വരുന്നത്. പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. നേരത്തെ പറഞ്ഞ ഏകദേശം അതേ ഡീറ്റെയിൽസ് തന്നെ, സിമിലർ തന്നെ, മാറ്റങ്ങളൊന്നും ഇല്ല എന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞാൽ മെഡിക്കൽ ടെസ്റ്റും ഉണ്ട്. അത് കഴിയുന്നവർക്കായിരിക്കും, മെഡിക്കലും എല്ലാം പാസ്സാകുന്നവർക്കായിരിക്കും സെലക്ഷൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കയറിയിട്ട് ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക. ആൺകുട്ടികൾക്ക് 157 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് പറയുന്നത്. പിന്നെ ഐസൈറ്റും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസും കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം. നമുക്കിതിന് അപേക്ഷിക്കേണ്ട രീതി എന്ന് പറയുന്നത് നമ്മുടെ നേവിൻ്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. 6 April 2026 ലാസ്റ്റ് ഡേറ്റ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട റേഷ്യോ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുമുണ്ട്. സോ ഇതിൻ്റെ ഫീസ് വരുന്നത് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഫീസ് 550 രൂപയാണ് ഫീസ് വരുന്നത്, പ്ലസ് 18% GST ഉണ്ടാവും. അപ്പോൾ ആ ഒരു എമൗണ്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. റീഫണ്ട് ലഭിക്കുന്നതല്ല എമൗണ്ട് എന്നും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് എന്ത് ചെയ്യുക, പരീക്ഷ എഴുതുക. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സ്ഥിര ജോലിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട.